ഹലോ ആൾ, കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡ് പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാനൽ ഷോർട്സിലൂടെ ഷെയർ ചെയ്തതും വീഡിയോകളിൽ പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചതായിട്ട് കണ്ടു. ചാനൽ ഫോളോ ചെയ്തവർക്കൊക്കെ അത് ആൻസർ ചെയ്യാൻ പറ്റിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങളും എന്ന് നോക്കാം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ചേറ്റു ശങ്കരൻ നായർ. ഓപ്ഷൻ ഡി. ഈ ചോദ്യം നമ്മൾ ഷോർട്സിലൂടെ പറഞ്ഞിരുന്നു. കൺഫ്യൂസിങ് ഫാക്ട്സ് എന്ന ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻസർ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം സന്ധി, കുണ്ടറ വിളംബരം. കുളച്ചൽ യുദ്ധം നടന്നത് 1741. ആറ്റിങ്ങൽ കലാപം 1721. പിന്നെ ശ്രീരംഗപട്ടണം സന്ധി നടന്നത് 1792. 1809 കുണ്ടറ വിളംബരം. ഇത് പ്രകാരം വരുന്നത് മാച്ചിങ് വരുന്നത് സി ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. ആറ്റിങ്ങൽ കലാപം ആദ്യം, പിന്നെ കുളച്ചൽ യുദ്ധം, പിന്നെ ശ്രീരംഗപട്ടണ സന്ധി, പിന്നെ കുണ്ടറ വിളംബരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ചേരുംപടി ചേർക്കുക. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാം ലോക യുദ്ധകാലത്ത് അച്യുതൻ്റെ ശക്തികളും സഖ്യശക്തികളും. ഹിറ്റ്ലറിൻ്റെ കാലത്ത് തവിട്ടുകുപ്പായക്കാർ, മുസോളിനി കരിങ്കുപ്പായക്കാർ. ഇത് വരുന്നത് ഒന്നാം ലോക യുദ്ധകാലത്ത് 1, 4, 2, 1, 2, 2, 4, 3, 3. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയത്. മിറാത്ത് ഉൽ അക്ബർ രാജാറാം മോഹൻ റോയാണ്. കേസരി മറാത്ത ബാലഗംഗാധർ തിലക്. കോമൺവെൽത്ത് ആനി ബസന്റിൻ്റെ. യങ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ. അപ്പോൾ അത് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻസിൽ 1, 4, 2, 1, 3, 3, 2, 1, 3, 2. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ചേരുംപടി ചേർക്കുക. അടുത്തൊരു ചേരുംപടി ചേർക്കുകയാണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ, അത് ഭഗത് സിംഗിൻ്റെ. ഗദ്ദർ പാർട്ടി ലാല ഹർദയാലിൻ്റെ. ഇന്ത്യൻ നാഷണൽ ആർമി രാഷ് ബിഹാരി ബോസിൻ്റെ. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ 1, 2, 2, 3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? തുടർച്ചയായി എന്നാണ് ചോദ്യം. അപ്പോൾ നിർമ്മല സീതാരാമനാണ്. 8ാമത്തെ തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. മൊറാർജി ദേശായി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തവണ, ഏകദേശം 10 തവണയോളം ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം. ഓപ്ഷൻ ബി ആണ് ആൻസർ, മാംഗോ ഷവർ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹിലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹിലിയൻ ദിനം എന്നാണ് ജനുവരി 3. ഓപ്ഷൻ എ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? നദികളുടെ ഉത്ഭവ പ്രദേശം കറക്റ്റാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു, കറക്റ്റാണ്. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നു, അത് തെറ്റാണ്. അപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവന നമുക്ക് കിട്ടി. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചേർക്കുന്നു. ഓപ്ഷൻ സി ആണ് അതിൽ പെടാത്തത്.
ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ശരിയാണ്. ധാരാളം ലോഹ ധാതുക്കളെ സമ്പന്നമാണ്. ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങിയ വിവിധ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ശരിയാണ്. എക്കൽ വിശരകള സമ്പന്നമാണിത്. ഇതാണ് തെറ്റായ പ്രസ്താവന. അടുത്തത് 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് ദേശീയ ജലപാത 3. ഓപ്ഷൻ ബി. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായരാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 10ാം വികസന പഞ്ചവത്സര പദ്ധതി. ഓപ്ഷൻ സി. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം. അത് പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സ്വകാര്യവൽക്കരണം, സ്വകാര്യ കമ്പനികൾക്ക് ആഗോളവൽക്കരണം, വാണിജ്യവൽക്കരണം എന്നല്ല, ഉദാരവൽക്കരണമാണ് ആൻസർ. ഓപ്ഷൻ ബി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ഓപ്ഷൻ ഡി. ദാദാഭായ് നവറോജിയാണ് ആൻസർ. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം നീതി ആയോഗ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? തൃതീയ മേഖലയിലാണ് പെടുന്നത്. പ്രാഥമിക മേഖലയിൽ എന്താണ് പെടുന്നത്? കൃഷി അനുബന്ധ കാര്യങ്ങളൊക്കെ ആണ് പെടുന്നത്. പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. ശരിയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. അതും ശരിയാണ്. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നത്. അതും ശരിയാണ്. ഒരു ഖാരിഫ് വിളയാണ്. അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അത് ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ശരിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അത് തെറ്റാണ്. നടന്നത് 3ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക? പ്രസ്താവന 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. സി ആണ് ഓപ്ഷൻ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം നൽകണമെന്ന മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാമത്തെ ഭേദഗതി. ഓപ്ഷൻ ബി. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ്. BR അംബേദ്കർ നമ്മുടെ ഭരണഘടനാ ശില്പി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ആരാണ് എന്നുള്ളത്. മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടായിരുന്നത്. ജനാധിപത്യ ഭരണഘടന ഇല്ലാത്തത് ഏത്? രാഷ്ട്രത്തലവൻ്റെ അധികാരമുണ്ട്, രാഷ്ട്രത്തലവൻ്റെ പേരില്ല. രാഷ്ട്രത്തിൻ്റെ പേരുണ്ട്, നിയമനിർമ്മാണ സഭയുടെ പേര്. അപ്പോൾ ആൻസർ വരുന്നത് രാഷ്ട്രത്തലവൻ്റെ പേരാണ്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം 54, 52, 40, 42. ആൻസർ വരുന്നത് 40 പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെ? ലോർഡ് റിപ്പൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ജാർഖണ്ഡ്, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്, ഛത്തീസ്ഗഡ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡാണ് ആൻസർ. 3ാം മോഡി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? അംഗമല്ലാത്ത കമ്മിറ്റി പാർലമെന്ററി കാര്യസമിതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. തദ്ദേശ ഗവൺമെൻറ്റുമായി
ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. തെറ്റാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അതും ശരിയാണ്. അപ്പോൾ ഓൺലി 1 and 2, 1 and 3 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനെ നിയമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ആണ്. 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ സംസ്ഥാന ഗവൺമെന്റ് സാമ്പത്തിക സ്ഥിതി വിലയിരുത്തുന്നു. അത് തെറ്റാണ്. ഈ 2 കാര്യങ്ങളാണ് ശരി. അപ്പോൾ ഓൺലി 1 and 2 വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? കൃഷിയും പോലീസും ജയിലും തദ്ദേശ ഗവൺമെന്റും. ഇത് രണ്ടും സംസ്ഥാന ലിസ്റ്റിലാണ്. മൂന്നാമത്തെ ഇത് വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ 1 and 2 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതൊരു ഷോർട്സ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. കറക്റ്റ്. വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ച കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ശരിയായ പ്രസ്താവന ഏത്? പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന് പ്രസിഡന്റ്. ശരിയാണ്. പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവിഷ് ആണ്. ശരിയാണ്. പ്രതിപക്ഷ നേതാവ് ഇതിലെ ഒരു അംഗമാണ്. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. ശരിയാണ്. ആസ്ഥാനം എറണാകുളത്താണ്. അല്ല, തിരുവനന്തപുരത്താണ് ആസ്ഥാനം. സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതാകണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഓക്കെ, ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ ആൻസർ വരുന്നത് ഡി ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാറാണ്. ശരിയാണ്. ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് പ്രവർത്തിക്കുന്നു. തെറ്റ്. അപ്പോൾ 1 and 2 ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്? പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ഹീമോഫീലിയയാണ് ഉൾപ്പെടാത്തത്. ശരിയായ ജോഡി. ക്ഷയം പരത്തുന്നത് മൈക്കോബാക്ടീരിയ ട്യൂബർക്കുലോസിസ് ആണ്. ഡിഫ്തീരിയ പരത്തുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. എയ്ഡ്സ് രോഗാണു HIV ആണ്. അപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ഫൈലേറിയൻ വിരയാണ്. മന്ത് പരത്തുന്നത് ഫൈലേറിയൻ വിര. അതാണ് കറക്റ്റായിട്ട് വരുന്നത്. ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ് ഉള്ളത്. മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമാകും. ശരിയാണ്. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാർ മൂലം രൂപപ്പെടുന്നു. അത് തെറ്റാണ്. അപ്പോൾ 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളി വരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ചിത്രശലഭം. ഓപ്ഷൻ സി. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. കറക്റ്റ്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. അതും ശരിയാണ്. അപ്പോൾ 2 പ്രസ്താവനകൾ ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ശരിയായ ജോഡികൾ കണ്ടെത്തുക.
1 സുക്രോസ്. കരിമ്പിൻ്റെ പോഷക ഘടകമാണ് സുക്രോസ്. കറക്റ്റാണ്. അപ്പോൾ നേരെ നമ്മൾ ഓപ്ഷനിലേക്ക് പോകുന്നത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും 1 ശരി 3 ശരി എന്നുള്ളത്. 1 ശരി എന്ന് പറഞ്ഞിട്ടുള്ള ആകെ ഒരു ഓപ്ഷൻ തന്നെയുള്ളൂ. അപ്പോൾ എ തന്നെയാണ് കറക്റ്റ്. നമുക്ക് ഒന്നിനും കൂടി ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് 3 മാംസ്യം പയറുവർഗ്ഗങ്ങൾ അത് കറക്റ്റാണെന്ന് അറിയാം. വിറ്റാമിൻ എണ്ണക്കുരുക്കൾ അത് തെറ്റാണ്. ധാന്യങ്ങൾ കൊഴുപ്പ് അതും തെറ്റാണ്. അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം. നീല, പച്ച, ചുവപ്പ്, മഞ്ഞ. നീലയാണ് കറക്റ്റ്. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. കുറഞ്ഞ മർദ്ദം, കുറഞ്ഞ താപനില, ഉയർന്ന താപനില, ഉയർന്ന മർദ്ദം. ഓപ്ഷൻ ഡി കറക്റ്റ് ആൻസർ. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നു. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാസയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം? ചൈന. ഓപ്ഷൻ സി. മർദ്ദം സ്ഥിരമായിരുന്ന താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? വ്യാപ്തം വർദ്ധിക്കുകയാണ് ചെയ്യുക. PV = nRT എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നോക്കിയാൽ മതി. PV = nRT എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നോക്കിയാൽ മതി. വ്യാപ്തം വർദ്ധിക്കുകയാണ് ചെയ്യുക. ചുവടെ കൊടുത്തിരിക്കുന്ന രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഐസ് ഉരുകുന്നു. ഐസ് ഉരുകുക എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതിക മാറ്റമാണ്. ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്കാണ് മാറ്റുന്നത്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു, അതും ഭൗതിക മാറ്റമാണ്. ജലം തിളയ്ക്കുന്നു. ഓപ്ഷൻ ഡി. ജലം തിളയ്ക്കുന്നു, അതും ഭൗതിക മാറ്റമാണ്. ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH 0 to 7 ആണ് പരിഗണിക്കുന്നത്. എബോവ് 7 ആൽക്കലി സ്വഭാവം ഉള്ളതാണ്. pH 0 വരുന്നത് ന്യൂട്രൽ നിർവീര്യ സ്വഭാവം കാണിക്കുന്നതാണ്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെറ്റി വിക്സൺ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ്. അപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? KN ബാലഗോപാൽ. ഓർത്തു വയ്ക്കാതെ. രാമായണ ആട്ടക്കഥ രചിച്ചത് കൊട്ടാരക്കര തമ്പുരാൻ. ഓപ്ഷൻ സി. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥാണ്. ഓപ്ഷൻ എ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? PT ഉഷ. ദെൻ അടുത്തത് സ്ത്രീകളുടെ ശബരിമല ആറ്റുകാൽ ക്ഷേത്രം. ഓപ്ഷൻ ബി. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? വി സുനിൽകുമാർ. ഓപ്ഷൻ സി. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്ലോട്ടർ ഇൻപുട്ട് ഡിവൈസ് അല്ല, അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. RAM വോളറ്റൈൽ മെമ്മറി കറക്റ്റ് ആണ്. ഓപ്പൺ ഓഫീസ് ബേസ്ഡ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണ്. MICR ഇൻപുട്ട് ഡിവൈസ് ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല, ഒരു ഓപ്പറേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ ശരിയായിട്ട് വരുന്നത് 2, 3, 4 ആണ്. അതായത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. പ്രസന്റേഷൻ സോഫ്റ്റ്വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+M ആണ്. കറക്റ്റ് ആണ്. ദെൻ ഓപ്പൺ ഓഫീസ് റൈറ്ററിൽ ഒരു ഡോക്യുമെന്റിൽ ടേബിൾ ചേർക്കാനുള്ള ഓപ്ഷൻ ഇൻസേർട്ട് മെനുവിനാണുള്ളത്. അത് കറക്റ്റാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റിൽ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ .ods ആണ്. കറക്റ്റാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷനാണ് ആവറേജ്. കറക്റ്റാണ്. ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിലെ കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു റേഞ്ചിലെ ബ്ലാങ്ക് ഒഴികെയുള്ള സെല്ലുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. 2023 ജൂണിലെ കണക്കനുസരിച്ച്
ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75 സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? ഐരാവത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഇക്യൂബ് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ ദുരുദ്ദേശത്തോടു കൂടി കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുക എന്നാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുക. സൈബർ ടെററിസം എന്ന് പറഞ്ഞാൽ ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. അതാണ് ഓപ്ഷൻ ബി. അപ്പോൾ ആൻസർ വരുന്നത് 1 ഡി, 2 സി, 3 എ, 4 ബി. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തതേത്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം ഉപഭോക്താവിൻ്റെ അവകാശമാണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം, അത് തെറ്റാണ്. മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശം ശരിയാണ്. ഉപഭോക്തൃ അവബോധനത്തിനുള്ള അവകാശം, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഗാർഹിക പീഡനം നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസറാണ് വിവരം നൽകേണ്ടത്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറിൻ്റെ ഘടന, അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാർ അടങ്ങിയതാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം 2012 പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട ശരിയല്ലാത്തത് ഏത്? കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കറക്റ്റാണ്. യൂണിഫോമിലായിരിക്കരുത്, കറക്റ്റാണ്. രാത്രിയോ അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തതായിട്ട് വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. ഓപ്ഷൻ സി. ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. ഇതൊക്കെ ശരിയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത് മാത്സ് ആണ്. 15 × 7 ഇത് ബോർഡ് മാസ് വെച്ചിട്ട് ചെയ്യുന്നൊരു ചോദ്യമാണ്. അതിന് ആൻസർ വരുന്നത് സി ആണ് ആൻസർ വരിക, 27. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ 0.0004 ഇതിനൊക്കെ എത്ര കൂടുതലാണ്? 2/5. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 1 + 3 + 5 + 9 എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് 2500 വരും ആൻസർ. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം 18 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതിലില്ല, ഈ ഓപ്ഷൻസിലില്ല, അതിൻ്റെ ആൻസർ വരുന്നതില്ല. നമുക്കിങ്ങനെ മാത്സ് വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ലഘൂകരിച്ചാൽ കിട്ടുന്നത് 25/18. ഓപ്ഷൻ ഡി ആണ്. 4, 11, 30 ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണ്? അടുത്ത പദം 128 വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. എ എന്നത് പ്ലസ്, ബി എന്നത് ഇൻറ്റു, സി എന്നത് അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് ആൻസർ വരുന്നത് 97 ആയിരിക്കും ആൻസർ വരിക.
ഒറ്റയാൻ, ത്രികോണം, ചതുരം, ചാപം, വൃത്തം. ചാപാണ്. ബാക്കിയൊക്കെ ജ്യാമിതീയ രൂപങ്ങളാണല്ലോ. അപ്പോൾ നമുക്ക് ചാപമാണ് ആൻസർ വരിക. ഗോളം 4πr², അർദ്ധഗോളം 3πr². വിവേക് ഒരു 10 കിലോമീറ്റർ തെക്കോട്ട് നടന്നതിന് ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. അവസാനം കിഴക്കോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ നടന്നു. പ്രാരംഭ ദിശയുമായി ബന്ധപ്പെട്ട് അയാൾ ഇപ്പോൾ ഏത് ദിശയിലാണ്? തെക്കാണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ദ ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽ ഗുഡ്. ദ ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽസ് ഗുഡ്. അതാണ് കറക്റ്റ് വരിക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. യൂറോപ്യൻസ് കോൺക്വേർഡ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ദ എന്നാണ് വരിക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ദ യൂറോപ്യൻസ് എന്നാണ് പറയുക. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. എന്താണ് ആൻസർ വരിക? ഹാവ് ദേ. അത് നെഗറ്റീവ് സെൻസിലല്ലേ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഹാവ് ദേ ആണ് വരുന്നത്. ഇഫ് ഇറ്റ് റൈൻസ് ടുമാറോ വി വിൽ സ്റ്റേ അറ്റ് ഹോം. നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിൽ സ്റ്റേ എന്ന് പറയുന്നത്. അലക്സ് സെഡ് ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ടാസ്ക്. ചൂസ് ദ കറക്റ്റ് കോൺവെർസേഷൻ ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓപ്ഷൻ ഡി ആണ് വരിക. അലക്സ് സെഡ് ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ്സ് ഈസ് ക്ലോസസ്റ്റ് ടു ഡെലിൻക്വറ്റ്? ക്രിമിനൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. സെലക്ട് ദ ആൻറ്റോണിയം ഓഫ് ഡീറിലക്റ്റ്. അറ്റൻറ്റീവ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഡാഷ് ദയർ അസൈൻമെൻറ്റ് ബിഫോർ സബ്മിറ്റിംഗ് ഇറ്റ്. ലുക്ക് ഓവർ ആണ് ആൻസർ വരിക. എ ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ്. ഓപ്ഷൻ ബി ഇല്ലെജിബിൾ. ദ ഇഡിയം ഓൺ ക്ലൗഡ് 9 മീൻസ് എക്സ്ട്രീംലി ഹാപ്പി ഓർ എലൈറ്റഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ. പാഠവും അതിർത്തി പഠിതാവ് കറക്റ്റാണ്. വ്യവസ്ഥ സൃഷ്ടാവ്. സൃഷ്ടാവ് എന്നല്ല സ്രഷ്ടാവ് എന്നാണ്. ശൃംഖല നിഷ്ഠം യഥാർത്ഥത. അപ്പോൾ 1, 3 ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് വരുന്നത്. മഹോന്നതം പിരിച്ചെഴുതിയ മഹ പ്ലസ് ഉന്നതം. ഓപ്ഷൻ ഡി. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അതിൻ്റെ വിപരീത പദം പരാധീനം. മേദിനി എന്ന വാക്കിന് സമാനമായ പദം ഭൂമി. വിലക്കി പ്ലസ് ഇല്ല എന്ന് ചേർത്തെഴുതിയാൽ വിലക്കിയില്ല. ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന ശരിയായ വാക്യം ഇത്. ജയിൽ വിമോചനത്തിന് ശേഷം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. തെറ്റാണ്. ഏകദേശം 10 വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. അതും തെറ്റാണ്. ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു. അത് കറക്റ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ശരിയായ സ്ത്രീലിംഗ ശബ്ദമുള്ളവ. രക്ഷകൻ രക്ഷിക. കാന്തൻ കാന്ത. 97 ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സ്വാമി സ്വാമിജി. അപ്പോൾ 1 and 3 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് വരിക. ഒറ്റപ്പദം കണ്ടെത്തുക. കാണുന്നയാൾ. പ്രേക്ഷകൻ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ടെറിട്ടോറിയൽ ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ പ്രാദേശികാധിപത്യം. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഉപകാരം ചെയ്യുന്നവരെ ദ്രോഹിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. കടന്ന കൂട്ടിൽ കള്ളരുത്, ഇറക്കമുണ്ടിൽ ഏറ്റവും ഉണ്ട്, ഉണ്ട ചൂറ്റിൽ കല്ലിടരുത്. ഇതാണ് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിലവാരം എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയിരുന്നത്. SCERT പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തവരൊക്കെ ഇത് നന്നായിട്ട് ആൻസർ ചെയ്യാൻ കഴിയായിരുന്നു. ഇതിൽ നല്ല മാർക്ക് നേടാനാവാത്തവർ വിഷമിക്കരുത്. ഇനിയും പരീക്ഷകൾ വരാനുണ്ട്. നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.